പോണ വഴി ഓസിന് മൂന്നാർ കൂടി കാണാൻ പറ്റി. ബസ്സിന് ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചെവിയൊക്കെ ഇങ്ങനെ അതീഫ് ചുരം കയറി ഒരു ആളുടെ തലയിൽ എത്രയുള്ള സൂര്യകാന്തിയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മുടെ ഇവിടുത്തെ 8 മണിയുടെ ഒരു ഫീലാണ് ഇവിടെ. നമുക്ക് ഫോറസ്റ്റ് വാക്കിംഗ് ചെയ്യാൻ പറ്റും. സ്ട്രോബെറിയാണ് ഇവിടുത്തെ മെയിൻ കൃഷി. നമ്മുടെ ടെന്റിന്റെ ഉള്ളിൽ നമുക്ക് വട്ടവടയുടെ ഫുൾ വ്യൂ പോയിന്റ് മലകളൊക്കെ കാണാം. ഫസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഞാൻ പറയുള്ളൂ. രാത്രി ഭയങ്കര തണുപ്പാണ്, സഹിക്കാൻ വേണ്ടി തണുപ്പാണ്. 2 മണിക്കൂർ കണ്ടിന്യൂസ് ട്രക്കിങ്ങിന് ശേഷം നമ്മൾ ഏറ്റവും മലയുടെ ടോപ്പ് വ്യൂവിൽ എത്തിച്ചേർന്നത് സൺറൈസ് കാണാൻ വേണ്ടി. ഏറ്റവും ടോപ്പ് വ്യൂവിലാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയിരുന്നു. വട്ടവടയിലേക്കാണ് പോകുന്നത്. KSRTC ബസ്സിനാണ് പോകുന്നത്. ഞങ്ങൾ രാവിലെ 5:30 എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന KSRTC ബസ്സിനാണ് പോയത്. മൂന്നാർ വഴി പോകുന്ന ഓസിന് മൂന്നാറും കൂടി കാണാൻ പറ്റി. ഇതിങ്ങനെ ഹൈ റേഞ്ചിലേക്ക് പോകുന്നതോടെ ചുരം കയറുന്നതും പതിയെ പോകും. അപ്പം നമ്മുടെ ചെവിയൊക്കെ ആ കടലിന് ഭയങ്കര അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. നല്ല രസമുണ്ടായി. ഞങ്ങൾ 3 പേരാണ് ട്രിപ്പ് പോയത്. അറ്റ് ലാസ്റ്റ് നമ്മളൊരു 11 ദേഹത്തേക്ക് വട്ടവട എത്തിച്ചേർന്നിരിക്കുകയാണ്. അടിപൊളി പ്ലേസാണ്, മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ശരിക്കും കേരളത്തിലെ കാശ്മീർ എന്നാണ് നമ്മൾ വട്ടവട പറയുന്നത്. ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സൂര്യകാന്തി ഫാമിലേക്കാണ് ആദ്യം പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സൂര്യകാന്തി ഫാം കാണുന്നത്. ഇത്രയും സൺഫ്ലവേഴ്സൊക്കെ ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരാളുടെ തലയുടെ അത്രയുള്ള സൂര്യകാന്തി വരെ ഇവിടെ ഉണ്ടായി. ഊത്തിൽ നിൽക്കുന്ന മഞ്ഞപ്പിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു. അതിന് ഞങ്ങൾ ഈ റിസോർട്ടിലേക്ക് നടന്നു പോണ വഴി നമുക്ക് ഫോറസ്റ്റ് ബാത്തിങ് ചെയ്യാൻ പറ്റി. ഇത്രയും നല്ലൊരു ഇതാണ് കണ്ട, വെള്ളമൊക്കെ കണ്ട, ഇങ്ങനെ നല്ല ശുദ്ധമായ വെള്ളം അരുവിയിൽ പോണ സൗണ്ട് വരെ നമുക്ക് വന്നിട്ട് കേൾക്കാം. നമ്മുടെ നല്ല സൈലൻസ്, ആകെ അറ്റ്മോസ്ഫിയറിൻ്റെ ഈ വെള്ളത്തിൻ്റെയും മരങ്ങളുടെ കാറ്റിൻ്റെയും ചീവീട് പക്ഷികളുടെ അങ്ങനത്തെ ആ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഈ നേച്ചറിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് ബാത്തിങ് ചെയ്ത എല്ലാ സെൻസിനും ഉണർത്താൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ പോയത് സ്ട്രോബെറി ഫാമിലേക്കാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ സ്ട്രോബെറി ഫാമാണ്. ഇവരുടെ എന്നാൽ ഇവിടെ ഉള്ളവരുടെ മെയിൻ കൃഷി സ്ട്രോബെറിയാണ്. സ്ട്രോബെറി സ്പെഷ്യാലിറ്റി തന്നെ, നല്ല പുളിപ്പ് മാത്രമല്ല നല്ലൊരു മധുരം ഉണ്ടാവും, കാരണം ഫ്രഷ് ആൻഡ് ഓർഗാനിക് അല്ലേ സ്ട്രോബെറി ഒക്കെ ഉണ്ടാക്കണം. അപ്പം ഞങ്ങൾക്ക് പിന്നെ അത് കഴിഞ്ഞ് അവിടെ സ്ട്രോബെറി മാത്രമല്ല ബ്രൊക്കോളിയും ഉണ്ട്, ബ്രൊക്കോളി കൃഷിയും ഉണ്ട് അവിടെ. ഇത് ബ്രൊക്കോളി കൃഷിയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴേ തന്നെ ആ സ്ഥലം വല്ലാണ്ട് ഞങ്ങൾക്ക് പിടിച്ചു പോയി. ഇവിടെ താമസിച്ചാലോ എന്ന് അവരെ ചിന്തിച്ചു പോയി. അത്രയ്ക്ക് നല്ല പ്ലേസ് ആണ്. എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ട? അടിപൊളി. ഇവിടെ ഫോറിനേഴ്സൊക്കെ ഇങ്ങനെ ട്രിപ്പിങ് പിക്നിക്കിനൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിട്ട് ഇവിടെ നിന്ന് കുറച്ച് സ്ട്രോബെറി ബ്രൊക്കോളി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. പ്ലേസിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയുന്നത്, അടിപൊളി പ്ലേസാണ്. നമ്മുടെ എല്ലാ സെൻസുകൾക്കും കുളിർമേകുന്ന സ്ഥലമാണ്. നമുക്ക് കണ്ണിന് കുളിർമേകുന്ന മരങ്ങളും മലകളൊക്കെ നിറഞ്ഞ നാച്ചുറൽ സീൻ, അതുപോലെ സൈലൻസ്, ചെവിക്ക് കുളിർമേകുന്നതിലുള്ള സൈലൻസ്, വേറൊരു ഒച്ചയില്ലാതെ ആകെ നേച്ചറിൻ്റെ കാറ്റിൻ്റെ അരുവിയുടെയും പക്ഷികളുടെയും മാത്രം ശബ്ദം, അതുപോലെ സ്കിന്നിന് നല്ല കുളിർമേകുന്ന രീതിയിലുള്ള നല്ല തണുത്ത കാറ്റ്, മൂക്കിന് കുളിർമേകുന്ന പ്രകൃതിയുടെയും മരങ്ങളുടെയും മണ്ണിൻ്റെയും മാത്രം ഒരു നല്ലൊരു സ്മെൽ. നമ്മൾ റിസോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ടെൻറ്റ് സ്റ്റേ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ റിസോർട്ടിൻ്റെ പേര് ക്ലൗഡ്ബറി മിഡോസ് ആണ് റിസോർട്ടിൻ്റെ പേര്. ഇവിടെ ആകെ ടെൻറ്റ് സ്റ്റേ മാത്രമേ ഉള്ളൂ. ആ റിസോർട്ടിൽ ഇരുന്നാൽ നമുക്ക് ഫുൾ കണ്ട ഈ വട്ടവട ഫുൾ മലകളും പിന്നെ അടിവാരത്തുള്ള വീടുകളുടെ ആ സംഭവങ്ങൾ ഫുള്ള് കാണാം നമുക്ക്. ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഹാഫ് ഇങ്ങനെ ഈ തുറന്നിട്ട് നമുക്ക് ഫുൾ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം. നല്ല ഇതാണ്. എന്താ പിന്നെ ഇവർ തന്നെ ഇവിടെ മുകളിൽ ഇങ്ങനെ ടെൻറ്റ് ഹട്ട് പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇവർ കുറേ ഗെയിംസൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി. പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ചെയ്ത് രാത്രി അവിടെ എൻജോയ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ ഇവർ തന്നെ വൈകുന്നേരം ഇങ്ങനെ കൊണ്ടുപോയാണ് നമ്മൾ വെറുതെ ഇരുന്നപ്പം. വലിയ സെറ്റപ്പൊന്നും ഇല്ല. പിന്നെ ഇപ്പോൾ ചൂട് സമയം കൊണ്ട് തോന്നുന്നത് വലിയ വെള്ളമൊക്കെ ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്, വറ്റി ഇങ്ങനെ. അധികം വെള്ളമൊന്നുമില്ല, ജസ്റ്റ് കണ്ട കുറച്ചേ ഉള്ളൂ. പിന്നെ സന്ധ്യയായി രാത്രി ഇരുട്ടും തോറും ഇവിടുത്തെ റിസോർട്ടിൽ ഇത് സെറ്റപ്പ് ഇവർ കൂട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കും. കണ്ട നല്ലൊരു വൈബാക്കും. പാട്ടും ഡാൻസും പാട്ടും പിന്നെ ലൈറ്റ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കും. റിസോർട്ട് അടിപൊളിയാക്കും. പക്ഷേ അന്തരീക്ഷം അടിപൊളിയല്ല അത്രയും, കാരണം രാത്രി ആകും തോറും ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ് ലാസ്റ്റ് എന്തോ 12-10 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ആയി. ഇവിടെയുള്ളവർ പറഞ്ഞ ചില സമയത്ത് ആ മൈനസൊക്കെ ആകാറുണ്ടെന്നാണ് പറഞ്ഞത്. രാത്രി ആയത്തേക്ക് 9 ഇതിനൊക്കെ സഹിക്കാൻ മേലായിരുന്നു, അത്രയും തണുപ്പായിരുന്നു. സ്വെറ്ററൊക്കെ ഇട്ടിട്ട് പോലും സഹിക്കാൻ മേലായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. പാട്ടും ഡാൻസും ഈ ലൈറ്റ്സൊക്കെയാണ് ഒരുവിധം ആശ്വാസം. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായി രാത്രി. ആ ക്യാമ്പ് ഫയർ കഴിഞ്ഞത്തേക്കാണ് ഒരു ഇത്തിരിയെങ്കിലും ആശ്വാസം കിട്ടിയത്. പിന്നെ അന്ന് കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം എന്നാണ് നമ്മുടെ മെയിൻ പരിപാടി ട്രെക്കിങ്. വെളുപ്പിന് 5 മണിക്ക് നമ്മൾ എണീറ്റ് ട്രെക്കിങ്ങിന് പോകുവാണ്. രാവിലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഫുള്ളി ഇരുട്ടായിരുന്നു. നമ്മൾ 2 മണിക്കൂർ കൊണ്ട് മലയുടെ ഏറ്റവും ടോപ്പ് വ്യൂവിൽ എത്തണമെന്ന് ഇവർ പറഞ്ഞേക്കുന്നത്. ഒരു 6:30 പതിവ് നേരം വെളുത്ത് തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ഇനി ഇത്തിരി വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സൺറൈസ് ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ടയേർഡായി. പക്ഷേ നമുക്ക് സൺറൈസ് ആകുമ്പോഴത്തേക്കും എത്തണം എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഞങ്ങൾ വേഗം നടന്ന് കുറേ ഫ്രാക്ചേഴ്സൊക്കെ പറ്റി, കുറച്ചിങ്ങനെ ചെറിയ ഫ്രാക്ചറൊക്കെ പറ്റി, മുറിവുകളൊക്കെ പറ്റി. എന്നാലും ഞങ്ങൾ എത്തി. അങ്ങനെ മിഷൻ സക്സസ് ആയി. നമ്മൾ കറക്റ്റ് 7 മണി ആയപ്പോഴത്തേക്കും തന്നെ സൺറൈസ് ആണെങ്കിൽ ജസ്റ്റ് മുമ്പായിട്ട് അവിടെ എത്തി. ഫുള്ള് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു നല്ലൊരു വൃത്തിയായിട്ടൊരു സൺറൈസ് കാണുന്നത് ആദ്യമായിട്ടാണ്. എന്നാൽ ഇതുപോലെ മലയുടെ പൊക്കത്തൊക്കെ കയറി നിന്ന് സൂര്യൻ ഇങ്ങനെ വന്നെ ഫുള്ളിങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഫുൾ നമ്മൾ കണ്ട് നല്ല ഇതായിരുന്നു. പിന്നെ മലയുടെ ആ കാറ്റും സണ്ണിൻ്റെ ആ വെളിച്ചമൊക്കെ കൊണ്ട് നമുക്ക് സൺ ബാത്ത് ചെയ്യാൻ പറ്റി. സണ്ണിൽ സോക്ക് ചെയ്ത് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ള വിറ്റാമിൻ ഡി ഫുള്ള് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 8 മണി അവിടെ സ്പെൻഡ് ചെയ്ത് സണ്ണിൽ സോക്ക് ചെയ്ത് നല്ല ഇതായിരുന്നു. ആ മലയുടെ കാറ്റും മലയുടെ വ്യൂവും അതുപോലെ അടിയത്തെ മരങ്ങളുടെ ഇതും സൺ കിസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങും പിന്നെ സൂര്യൻ്റെ ഇതൊക്കെ നല്ല വൈബായിരുന്നു. അതൊക്കെ ഞങ്ങൾ 8 മണിക്ക് തിരിച്ചിറങ്ങാൻ തുടങ്ങി. കയറിയതിനേക്കാൾ നല്ല പാടാണ് ഇറങ്ങാനായിട്ട്.
കാരണം ഒന്നാമത് ഈ മണ്ണ് ഒരുപാട് അങ്ങനത്തെ മണ്ണാണ്. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് വീഴാനൊക്കെ പോകുന്നുണ്ട്, നന്നായിട്ട് വടിയെ കുത്തിപ്പിടിച്ചിട്ടും സ്റ്റിൽ വീഴാൻ പോകുന്നുണ്ട്. പിന്നെ വഴികൾ ഇച്ചിരി ഇതാണ്, നമ്മൾ ടയേർഡായി. പിന്നെ കാറ്റ് ഒരു രക്ഷയില്ല. കാറ്റെന്ന് പറയുമ്പോൾ ഭയങ്കര കാറ്റാണ്, ഈ മരങ്ങളൊക്കെ ഒടിയുമെന്ന് നമുക്ക് തോന്നും, അങ്ങനത്തെ കാറ്റാണ്. സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ മഴ വീഴണ ഇരുമ്പി വന്ന പോലത്തെ ഫീലിംഗ്, കടലിരുമ്പി തന്നെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉള്ള കാറ്റാണ്. അത്രയും നമ്മൾ ബാലൻസ് ഇട്ടാൽ നടക്കണ വീഴാൻ സാധ്യതയുണ്ട്. നമുക്ക് ഹെൽത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരാഴ്ചക്കുള്ളായിട്ടുണ്ട്. നന്നായിട്ട് ഫോറസ്റ്റ് ബാത്തിങ് ചെയ്യാൻ പറ്റി, നന്നായിട്ട് സൺ ബാത്തിങ് ചെയ്യാൻ പറ്റി. അതുപോലെ നമ്മൾ 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ട്രെക്കിങ് ആയതുകൊണ്ട് നമ്മുടെ കാലറീസ് ഒക്കെ കുറേ ബേൺ ആയിട്ടുണ്ട്. 4 മണിക്കൂറാണ് നമ്മൾ ഫുള്ള് മല നടന്നേക്കുന്നത്. ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ 10 മണിയാകുമ്പോൾ തിരിച്ചെത്തി, ഫ്രഷപ്പായി, ഫുഡൊക്കെ കഴിച്ച് റിസോർട്ടിൽ ചെക്കൗട്ട് ചെയ്ത് ഇന്നലെ പോയ സെയിം ബസ്സിൽ 1 മണിക്ക് എടുക്കും കറക്റ്റ്. എന്നിട്ട് തിരിച്ച് ഇത്രയൊക്കെ ട്രിപ്പിൽ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. നിങ്ങൾ എന്തായാലും സമയം കിട്ടും വട്ടവട എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. എന്തായാലും വന്നിരിക്കുക, അത്രയും നല്ല ഒരു പ്ലേസാണ്. ഞാൻ ഇതുവരെ വന്നതിൽ ട്രിപ്പ് വന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്ലേസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പോക്കൊരു നമ്മുടെ KSRTC സർവീസ് എറണാകുളം തൊട്ട് വട്ടവട വരെ ഉണ്ട്. കാരണം അത്രയ്ക്ക് വലിയ ചിലവൊന്നും ആവില്ല, 200 സംതിങ് ആവുള്ള ഒരു സൈഡിലേക്ക്.